സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ഇറ്റലിയിലെ കലാബ്രിയയിലെ ഒരു സിമിത്തേരി സന്ദർശിച്ച് പ്രാർത്ഥിക്കാനാണ് പോകുന്നത്. നവംബർ മാസം മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്ന മാസമാണല്ലോ. ഈ മാസത്തിൽ നമുക്ക് സൗത്ത് ഇറ്റലിയിലെ കലാബ്രിയ എന്ന സ്ഥലത്ത് കപ്പുച്ചൻ ആശ്രമത്തിനോട് ചേർന്ന് ഉള്ള ഒരു സിമിത്തേരി സന്ദർശിച്ച് പ്രാർത്ഥിക്കാം. ഇതാണ് നമ്മുടെ മലയാളി അച്ഛന്മാരൊക്കെ താമസിക്കുന്ന കലാബ്രിയയിലെ ആശ്രമം. അതിനോട് തൊട്ടടുത്ത് തന്നെയാണ് ഈ സിമിത്തേരി. മുന്നിൽ തന്നെ പൂക്കൾ വിൽക്കുന്ന ഒരു കട നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് പൂക്കൾ വാങ്ങിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോവുക. ഈ വലിയ കവാടത്തിന് ഇരുവശത്തായിട്ട് മാലാഖമാരുടെ വലിയ സ്റ്റാച്ചുകൾ കാണാം. അതിനു മുകളിലായിട്ട് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ഈശോയുടെ ഒരു വലിയ രൂപവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കവാടത്തിലൂടെ നമുക്ക് സിമിത്തേരിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. സിമിത്തേരിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് ഒരു വലിയ കെട്ടിടങ്ങളുടെ ഒരു സമുച്ചയം പോലെയാണ് നമുക്ക് തോന്നിക്കുക. ഞാൻ ഈ ആശ്രമത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ബിജോയച്ചനോടും ജോബിച്ചനോടൊക്കെ ചോദിച്ചു, ഇത് എന്താണ് ഈ ഒത്തിരി കെട്ടിടങ്ങൾ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ കാണുന്നത്? അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇത് സിമിത്തേരിയാണെന്ന്. പക്ഷെ ഞാനത് പെട്ടെന്ന് വിശ്വസിച്ചില്ല. കാരണം ഇത്രയും ഉയരത്തിലുള്ള 2 നില കെട്ടിടത്തിൻ്റെ അത്രയും ഉയരമുള്ള ഒത്തിരിയേറെ ബിൽഡിങ്ങുകൾ, ഇങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു സമുച്ചയം തന്നെ കാണുന്നത് അത് സിമിത്തേരി ആകുമോ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. എന്നാൽ ഇന്ന് എൻ്റെ ബാച്ച്മേറ്റായ ജോബിച്ചനോട് കൂടെ ഈ സിമിത്തേരി സന്ദർശിച്ച് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ ആയിരിക്കുകയാണ്. ഹൈഡഗർ എന്ന ഫിലോസഫർ മരണത്തെക്കുറിച്ച് പറയുക, മരണം ഒരു മനുഷ്യൻ്റെ ഒരു അൾട്ടിമേറ്റ് പോസിബിലിറ്റിയാണെന്നാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ ജനിച്ച എല്ലാ മനുഷ്യരും ഒരു ദിവസം മരിക്കണം. എന്നാൽ ഈ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയാൻ എളുപ്പമാണ്, പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണമാകുമ്പോൾ അത് നമ്മളെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട്. തിരുസഭ നമ്മളെ പഠിപ്പിക്കുക, മരണം എന്ന യാഥാർത്ഥ്യത്തിലൂടെ ആത്മാവ് ശരീരം വിട്ട് ദൈവസന്നിധിയിലേക്ക് യാത്രയാകുന്നു. എന്നാൽ എല്ലാ ആത്മാക്കളും ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് ഉള്ള വിശുദ്ധിയിലായിരിക്കണമെന്നില്ല. ആ വിശുദ്ധി ഉള്ള ആത്മാക്കളെ നമ്മൾ വിശുദ്ധരെന്ന് അല്ലെങ്കിൽ വിജയസഭ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. എന്നാൽ അത്രമാത്രം വിശുദ്ധി പ്രാപിച്ച് ദൈവസാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കാത്ത ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് അല്ലെങ്കിൽ പർഗേറ്ററി ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കും. ആ ആത്മാക്കളെ നമ്മൾ പറയുക സഹനസഭ എന്നാണ്. അവർ സഹനത്തിലാണ്, ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുകയാണ്. ശുദ്ധീകരണം നടന്ന് വിശുദ്ധിയോടുകൂടെ അവർ ദൈവസാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം അവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് നമ്മുടെ സൽക്കർമ്മങ്ങളും പ്രവൃത്തികളും പ്രാർത്ഥനകളും പരിത്യാഗവും വഴി നമ്മൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അങ്ങനെ വിശദീകരിക്കപ്പെട്ട് വേണം അവർ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാൻ. പഴയ നിയമകാലം മുതൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. യൂദാസ് മക്കബിയൂസ് പോർക്കളത്തിലെ മരിച്ചവർക്ക് വേണ്ടി ബലികൾ അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ 12,000 നാണയം പിരിച്ചെടുത്ത് ജെറുസലേമിലേക്ക് അയച്ചു കൊടുക്കുന്നത് മക്കബായരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സിമിത്തേരിയുടെ ഒരു വശത്ത് മരിച്ചവർക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചെറിയ ബലിപീഠം നമുക്ക് കാണാവുന്നതാണ്. നവംബർ 2-ാം തീയതി ഇറ്റലിയിലെ എല്ലാ ദേവാലയത്തിനോടടുത്തുള്ള സിമിത്തേരികളിലൊക്കെ സിമിത്തേരിയിൽ പ്രത്യേകമായിട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്റ്റ് ഈസ് അവർ അൾട്ടിമേറ്റ് പോസിബിലിറ്റി. ഈശോയുടെ അടുത്തേക്ക് എത്തിച്ചേരാനുള്ള യാത്രയിലാണ് നമ്മൾ. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ ജീവിതം എനിക്ക് ക്രിസ്തുവും മരണം അതിലൂടെ ഈശോയിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ളത് കൊണ്ട് അത് നേട്ടവുമാണ്. ആയതിനാൽ വിശുദ്ധിയോടുകൂടെ ഈ ജീവിതം ജീവിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് ഈശോയെ മുഖാമുഖം കാണുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിച്ചൊരുങ്ങാം. എല്ലാ ആത്മാക്കൾക്കും ആ കൃപ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.